ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. കരുവേലിപ്പടി ടാഗോർ ലൈബ്രറിയിൽ വായനക്കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കഥാസന്ധ്യ നടത്തി. കരുവേലിപ്പടി ടാഗോർ ലൈബ്രറിയിൽ വായനക്കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കഥാസന്ധ്യ സംഘടിപ്പിച്ചു. കഥാകൃത്തും നാടക പ്രവർത്തകനുമായ KJ ലീനസ് പുഴക്കരയിലെ കാറ്റ് എന്ന തന്റെ ചെറുകഥ അവതരിപ്പിച്ചുകൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ശ്രീകാന്ത് മട്ടഞ്ചേരി, ഉള്ളുണർവ്, KS സരിത, പ്രകാശൻ പറ്റുന്ന പെൺകുട്ടി, വർഗീസ് T തോമസ് തന്റെ പേരിടാത്ത കഥ, സബദ് പനേപ്പള്ളി അഭിമുഖം, സുധീഷ് ഷേണായി മാമ്പഴക്കാലം, സുൽഫത്ത് ബഷീർ ചിറകൊടിഞ്ഞ കിനാവുകൾ, ഫാസി പനക്കൻ, ധനലക്ഷ്മി, രമേശ് അമരാവതി, സ്വപ്നങ്ങൾ വിൽക്കുന്നവർ, EK ബഷീർ, സ്വർണ്ണമാല, പ്യാരി പീറ്റർ, പാവക്കുത്ത്, സീനാമാധവൻ, സ്വപ്നം എന്നീ ചെറുകഥകൾ അവതരിപ്പിച്ചു. അയൽക്കാരിയായ ശ്യാമളയുടെ കയ്യിലും കഴുത്തിലും നിറയെ ആഭരണങ്ങളുണ്ടായിരുന്നു. യശോദയ്ക്ക് കാതിൽ 2 ചെറിയ കമ്മലല്ലാതെ മറ്റ് ആഭരണങ്ങളൊന്നും ഇല്ലായിരുന്നു. 2329 സിനിമന്റെ പേരുകൊണ്ട് എഴുതിയ 10 കഥകളാണ്. ഈ 2329 സിനിമന്റെ പേര് ചേർത്തിട്ട് ഞാൻ ഇത് ബിരിയാണിയുടെ നല്ലൊരു മണം കണ്ടിട്ട് അപ്പൊ അയാൾ വീണ്ടും നാട്ടിലേക്ക് കാര്യം ആലോചിക്കണം, കുട്ടിയുടെ കാര്യം ആലോചിക്കണം. അയാൾ ഇവിടെ വന്നിട്ട് കുഴിയെടുത്ത് കുറച്ചാഴ്ച കഴിയുമ്പോഴത്തെ കുഴിയെടുത്ത് കഴിഞ്ഞിട്ട് ബിരിയാണിയുടെ അവശിഷ്ടങ്ങളെല്ലാം കൊണ്ടുവന്ന് ഇതിനകത്തേക്ക് തള്ളടാൻ എണ്ണയില്ല, അത്രയും സാധനങ്ങൾ ഇതിനകത്ത് തള്ളടാം. അപ്പൊ ഇയാളോട് അതായത് പൊട്ടിക്കാത്ത ബിരിയാണി കൂടെ പ്രീത സജ്കുമാർ, ജോൺ കാസ്റ്റർ എന്നിവർ തങ്ങൾ വായിച്ച കഥകളുടെ ആസ്വാദനം നടത്തി. സാഹിത്യവേദി പ്രസിഡന്റ് സീനാമാധവൻ അധ്യക്ഷയായ യോഗത്തിൽ നോവലിസ്റ്റ് J. സേവർ ചെറുകഥകളുടെ മൗലികതയെക്കുറിച്ച് സംസാരിച്ചു. ഷെയർ അലി സ്വാഗതവും CS ജോസഫ് നന്ദിയും പറഞ്ഞു. അത് പറയാനും കൂടിയാണെന്ന് ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ആ വിധത്തിൽ സഹകരിക്കണം എന്നതിനാണ് ഇവിടെ പറയുന്നത്. കഥ എപ്പോഴും നമുക്ക് ആസ്വാദനം തരുന്ന കാര്യങ്ങൾ. കുട്ടിക്കാലം മുതൽ നമ്മൾ കേട്ടുവരുന്ന കഥകൾ പലതും നമുക്ക് വളരെ അനുഭവങ്ങൾ തരുന്നതാണ്. ഒരു കഥ പറഞ്ഞ ജീവിതം രക്ഷിച്ച കഥകളോടാണ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. 1001 കഥകൾ, 1001 രാവുകളുടെ കഥകൾ നമ്മൾ കേട്ടിട്ടുള്ളത്. ഈ പെൺകുട്ടിയായിട്ട് വളരെയധികം സൗഹൃദം പുലർത്താനായിട്ട് സാധിച്ചു. അപ്പോൾ അവിടെ വെച്ച് ആദ്യത്തെ നോവൽ എഴുതാൻ തുടങ്ങി. നോവൽ എഴുതി ഏകദേശം ഒരു 10-15 പേജായി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പെൺകുട്ടികൾക്ക് കൊണ്ടുപോയിട്ട് ചോദിച്ചു, ഇതൊന്ന് വായിച്ചു നോക്കാമോ എങ്ങനെയുണ്ടെന്നുള്ളത്. അങ്ങനെ പെൺകുട്ടി പറഞ്ഞു, ഞാൻ വായിച്ചു നോക്കാം, എനിക്കെന്താ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ലിറ്ററേച്ചറിനോട് താല്പര്യമുള്ളതാണ് ഈ പെൺകുട്ടി. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.